ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാർ ഡ്രൈവിംഗിൽ തുടക്കക്കാരായവർ വാഹനം ഓടിക്കുമ്പോൾ വണ്ടിയുടെ ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റുമ്പോൾ നമുക്ക് ഫുൾ ക്ലച്ച് ഡ്രൈവിംഗിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഡ്രൈവിംഗിൽ നമുക്ക് ഹാഫ് ക്ലച്ച് ആവശ്യമാണ്. എന്നാൽ കാർ ഡ്രൈവിംഗിൽ നമുക്ക് ക്ലച്ചിന് ഇത് കൂടാതെ കുറേയധികം യൂസുകൾ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഇതിനിടയിൽ വാഹനത്തിൽ സംഭവിക്കാറുണ്ട്. കാറ് നന്നായി ഓടിക്കുന്ന പല ഡ്രൈവേഴ്സും ഈ മെത്തേഡുകളിലൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കാറുണ്ട്. ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പലർക്കും തന്നെ ഇല്ല. എന്നാൽ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു കാറ് ഓടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലച്ചിനെ കുറിച്ചൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്കും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതൽ ക്ലച്ച് എവിടെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഞാനത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങളെ കൃത്യമായിട്ടും ഡ്രൈവ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെയും കൂടെ ക്ലച്ചൊക്കെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കൂടെ സ്മൂത്തായിട്ടൊരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഡ്രൈവിങ്ങിലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിലൂടെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാൻ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു. രണ്ടാമത് നമ്മൾ ഫുൾ ക്ലച്ചാണ് ആദ്യം ചവിട്ടുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ക്ലച്ചിൻ്റെ യൂസ്, അതായത് വണ്ടി ഫുൾ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെയുള്ള ക്ലച്ചിൻ്റെ യൂസ് എന്താണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെയുള്ള ക്ലച്ചിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ച് പോയിന്റ് ആണ് നമ്മൾ ബാലൻസ് ആക്കേണ്ടത്. അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ആക്കുമ്പോഴുള്ള ട്രിക്ക് എന്ന് പറയുന്നത് വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാനും പാടില്ല, വണ്ടി ബാക്കിലേക്ക് റോളാകാൻ പാടില്ല. വണ്ടി ഉരുളാൻ തുടങ്ങുന്ന ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് ആണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യേണ്ടത്. ഇതുകൊണ്ട് ഞാൻ ആ പോയിന്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തു. വണ്ടി ഒന്ന് പതിയെ അനങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ക്ലച്ച് പതിയെ താഴോട്ടൊന്ന് താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഞാൻ കാല് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയേ, ആക്സിലറേഷൻ കൊടുത്ത ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് ഇടത്തെ കാല് ക്ലച്ചിന് മേളിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ റിലീസ് ചെയ്ത് ഇടത്തെ കാല് ഫ്ലോറിൽ വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ക്ലച്ചിൽ മേളിൽ വെച്ചേക്കുന്നത്? ഇനി വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ്സ് നൽകി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി ഫുൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ ക്ലച്ച് പെടലിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുക്കേണ്ടത്. കാരണം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി എടുത്താൽ നമ്മൾ സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യേണ്ടത്. അങ്ങനെ റിലീസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് തന്നെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട ഒരു പ്രശ്നം വരത്തില്ല. ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ക്ലച്ചിൻ്റെ ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ഗിയർ കൊടുക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് ജസ്റ്റ് വെക്കുക. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ സ്പീഡാക്കുന്നു. ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ ഒന്ന് അയക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് ഇതുകൊണ്ട് കാല് റിലീസ് ചെയ്ത് വീണ്ടും ഫ്ലോറിലേക്ക് വെക്കുന്നു. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയും. പെട്ടെന്ന് എടുത്ത് കാലെടുത്ത് വെച്ച് ക്ലച്ച് ചവിട്ടി അങ്ങനെ യൂസ് ചെയ്യാതെ കുറച്ച് നേരത്തെ തന്നെ ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ കാല് ബ്രേക്കേ വരികയാണ്. എന്നിട്ട് ഇടത്തെ കാല് ഞാൻ ക്ലച്ചേലും കൂടെ വെച്ചേക്കാണ്. കാരണം ഇവിടെ ഒരു വളമുണ്ട്, ഇവിടെ ഒരു വണ്ടിയുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ക്ലച്ചേ വെച്ചേക്കുന്നത് ഇൻ കേസ് എനിക്ക് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർത്താം. അല്ലെങ്കിൽ നമ്മൾ വണ്ടി നമുക്ക് സ്ലോ ചെയ്യാനായിട്ട് സെക്കൻഡ് ഒന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ ബ്രേക്കേ വരുന്നു. എനിക്കിവിടെ സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ക്ലച്ച് ചവിട്ടി നമുക്ക് സെക്കൻഡ് കൊടുക്കാം. കാരണം ഓൾറെഡി ഞാൻ ക്ലച്ചേ കാല് വെച്ചേക്കുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ക്ലച്ചേ ഫുൾ ടൈം കാല് വെച്ച് വണ്ടി ഓടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി.
ഓക്കെ. എന്നിട്ട് അടുത്ത ഗിയർ കൊടുക്കാൻ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുക. എന്നിട്ട് വണ്ടിക്ക് സ്പീഡാക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, ഇതുകൊണ്ട് തേർഡിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. ഇനി അടുത്തൊരു ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇതുകൊണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വരുന്നു. എന്നിട്ട് ജംഗ്ഷൻ്റെ അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് നമുക്കുണ്ടോ നേരത്തെ ക്ലച്ച് കാല് വെച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നിങ്ങൾ നോക്കിക്കേ, ബ്രേക്കും കൂടെ ബാലൻസ് ചെയ്ത് ടേൺ എടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു. വണ്ടി ടേൺ തിരിഞ്ഞാലുടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഞാൻ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതി മനസ്സിലായോ? ഓക്കെ. ഇനി വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഈ സമയത്ത് ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെച്ചു, വണ്ടി സ്പീഡായാൽ ക്ലച്ച് ആക്സിലറേഷൻ അയച്ചു, ക്ലച്ച് പിടിച്ചു, തേർഡ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ഇത് തന്നെ ചെയ്യുക. ഇപ്പോൾ തേർഡ് വരികയാണ്. ഇവിടെ ഒരു കയറ്റം കണ്ടു, പതിയെ നേരത്തെ തന്നെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുക. അപ്പോൾ കയറ്റം കയറി വരുന്നു. വണ്ടി ഇപ്പോൾ മടുപ്പ് കാണിക്കുന്നു തോന്നുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് കൊടുക്കാം. ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലയക്കുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് കഴിയും. അതാണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്. ഇച്ചിരി നേരത്തെ ക്ലച്ചെ കാല് വെച്ചാലുള്ള പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ചിൻ്റെ മറ്റ് ചില ഉപയോഗം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവും ചെറിയൊരു ഇറക്കമുണ്ട്. ഓക്കെ. അപ്പം എതിരെ ഒരു വലിയ വാഹനവും വന്നു. അപ്പോൾ എൻ്റെ വണ്ടി തീർത്തും സ്ലോ ചെയ്ത് ഓടിക്കണം. അപ്പം നിങ്ങൾ ബ്രേക്ക് മാത്രമല്ല ബാലൻസ് ചെയ്യേണ്ടത്, ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടുക. കാരണം ഇപ്പോൾ ഇവിടുന്ന് ഒരു വലിയ ബസ് കയറി വരുമെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ എനിക്ക് സൈഡിലേക്ക് ഇറക്കേണ്ട സിറ്റുവേഷനും വന്നു, ഇറക്കവുമാണ്. അപ്പോൾ ഇറക്കം കൂടിയ റോഡിൽ പതുക്കെ പതുക്കെ പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഈ ഇറക്കം ഇറങ്ങി വന്ന് എതിരെ വരുന്ന വണ്ടി പോയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് കാല് റിലീസ് ചെയ്യാം. ബ്രേക്ക് അയച്ച് വണ്ടി അനങ്ങി തുടങ്ങുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലയക്കാം. അങ്ങനെ നമ്മൾ ക്ലച്ചിന് ചില സാഹചര്യങ്ങൾ യൂസ് ചെയ്യും. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഫുൾ ക്ലച്ചും ബ്രേക്കിലും വന്ന് ഞാൻ ബാലൻസ് ചെയ്തു, എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഇത്തിരി കൂടെ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ ബാലൻസ് ചെയ്യും. അതായത് തീർത്തും സ്ലോ ചെയ്ത് ഓടിക്കാൻ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇതുകൊണ്ട് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ്, കയറ്റം കൂടിയ ജംഗ്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ഇടത്തെ കാലെടുത്തതുകൊണ്ട് ക്ലച്ചേ വെച്ചു. എന്നിട്ട് ഇതുകൊണ്ട് പെട്ടെന്ന് ക്ലച്ച് പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ഇതുണ്ടോ പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിതുകൊണ്ട് ഇവിടെ വാഹനം മുന്നോട്ട് പോവാണ്. വീണ്ടും വണ്ടിക്ക് ഞാൻ ചലനം നൽകുന്നു, ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുന്നു. കണ്ടോ, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇനി ക്ലച്ചുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്ക് കൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് അയക്കുമ്പോൾ ഒരു ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരാറുണ്ടോ? അതായത് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് അയക്കുമ്പോൾ ഒരു ജെർക്ക് വരാറുണ്ടോ? ഈ ജെർക്ക് വരാതിരിക്കാനായിട്ട് ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്താൽ മതി. വേറൊന്നുമല്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. നമ്മൾ ഇനി തേർഡ് കൊടുക്കാൻ നേരത്തെ ഇടത്തെ കാലത്ത് ക്ലച്ചേ വെക്കുന്നു. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കുമല്ലോ. അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് കൊടുക്കുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് 1, 2, 3, 4 ഒരു 3-4 സെക്കൻഡ് കൊണ്ട് പതിയെ കാലിങ്ങോട്ട് അയച്ചു വന്നാൽ മതി. നമ്മൾ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കുമ്പോഴാണ് ജെർക്ക് വരുന്നത്. എന്ന് പറഞ്ഞ് ക്ലച്ചിൽ നിന്ന് കാല് അയക്കാൻ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ തേർഡിൽ ഇങ്ങനെ വരികയാണ്, ഇടത്തെ കാലം ഇങ്ങനെ ക്ലച്ച് വെക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി, എന്നിട്ട് ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് റിലീസ് ചെയ്തു. റിലീസ് ചെയ്യുന്നത് ഇങ്ങനെ പൊക്കിയെടുക്കാതെ ഒന്ന് സാവധാനത്തിൽ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. പക്ഷേങ്കിൽ പെട്ടെന്ന് നമ്മൾ കാല് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കണം. അങ്ങനെയുണ്ട്. അപ്പോൾ ഒരുപാട് വേഗത കുറയാതെയും എന്നാൽ ഒരുപാട് സ്പീഡിലാകാതെയും എന്നാൽ ഒരുപാട് പതിയെ ആകാതെ അതിന് ഇടയ്ക്കുള്ള ഒരു ലെവലിൽ ക്ലച്ചിനെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പം നിങ്ങൾക്ക് വാഹനത്തിൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജെർക്ക് ഉണ്ടാകത്തില്ല. അല്ലെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. അപ്പം ഞാൻ ക്ലച്ചിനെ കുറിച്ച് അത്യാവശ്യം ഒരു ഐഡിയ. ഇനി അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഇറക്കം കൂടി ഒരു വളവാണ്. അപ്പം ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടി ചെയ്തുകൊണ്ട് ബ്രേക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വണ്ടി സ്ലോ ചെയ്ത് ഇവിടെ ഇറങ്ങി വരുന്നു. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറും കൂടെ കൊടുക്കാം. കണ്ടോ, ക്ലച്ച് റിലീസ് ചെയ്ത് അവിടെ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലുമാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡ്രൈവിങ്ങിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്ലച്ചിനെ യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടി ഉരുണ്ട് സൈഡിലേക്ക് വന്ന് വണ്ടി ഒതുക്കിയിട്ട് പതിയെ ബ്രേക്കിലേക്ക് വരികയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ക്ലച്ചിനെ നമുക്ക് ഇങ്ങനെയൊക്കെ കുറേ ടെക്നിക്ക് പരമായിട്ട് ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഒരുപാട് ഡ്രൈവേഴ്സ് ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ക്ലച്ചിനെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഒരുപാട് മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.